ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ രാവിലെ ലൈഫ് ഡേ എന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന സിസ്റ്റർ സോണിയ കെ ചാക്കോ എഴുതിയ വിശുദ്ധ യൗസപിതാവിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ടിടയായി. അത് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ യൗസപിതാവിനെ കുറിച്ച് മുമ്പൊക്കെ ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ സിസ്റ്ററും ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇന്നലെ നമ്മൾ വിശുദ്ധ യൗസപിതാവിൻ്റെ വ്യാകുലങ്ങളുടെയും സന്തോഷങ്ങളെയും ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല രൂപത്തിലുള്ളൊരു പ്രാർത്ഥന പരിചയപ്പെട്ടിരുന്നു. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും തൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും യൗസപിതാവിനെ സ്വന്തം അപ്പനായി കണ്ട് സ്നേഹിക്കുകയും ചെയ്ത ഒരു ഡോക്ടറുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും യൗസപിതാവിൻ്റെ ഇടപെടലുകളുമൊക്കെയാണ് ഈ ആർട്ടിക്കിളിലെ മുഖ്യ പ്രമേയം. നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവ്വം ഇത് കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കൊക്കെ വിശുദ്ധ യൗസപിതാവിനോടുള്ള ഭക്തിയിൽ, സ്നേഹത്തിൽ ഇത്തിരി കൂടി ആഴപ്പെട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും. യൗസപിതാവ് എന്നെ ഒരു ഡോക്ടറാക്കി. എനിക്ക് ക്യാൻസർ വന്നപ്പോൾ യൗസപിതാവ് ഒരു ഡോക്ടറായി എൻ്റെ അരികിൽ വന്ന് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. 2008 ലൂംബസ് രോഗം, 2015 ആക്സിഡൻറ്റ് മൂലം 40 ദിവസം ആശുപത്രിയിൽ, 2021 ക്യാൻസർ. ജീവിതത്തെ അനുഗ്രഹങ്ങളുടെയും ആക്സിഡൻറ്റുകളുടെയും മിശ്രിതമായി കരുതുന്ന ഡോക്ടർ മഡോണ ജോസഫിൻ്റെ അത്ഭുതകരമായ ജീവിതത്തിലൂടെ നമുക്കിന്നൊരു യാത്ര നടത്താം. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളായി വളരെ പ്രചാരത്തിൽ വന്ന ഒരു ഭക്തിയാണ് ഉറങ്ങുന്ന യൗസപിതാവിനോടുള്ള ഭക്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു സത്യത്തിൽ ഇതിനു പിന്നിൽ. 2013 മാർച്ച് 19 266 മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിനു ശേഷം ഉറങ്ങുന്ന യൗസപിതാവിനോടുള്ള സ്വകാര്യ ഭക്തി സഭയിലുടനീളം പടർന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനായ യൗസപ്പിനോട് എനിക്ക് അളവറ്റ സ്നേഹവും ഭക്തിയുമാണ്. എൻ്റെ യൗസപിതാവ് ഉറങ്ങുന്നത് മെത്തയിലല്ല, അപേക്ഷകളുടെ മേലെയാണ്. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതൊരു തുണ്ട് കടലാസിലെഴുതി യൗസപ്പിൻ്റെ രൂപത്തിനടിയിൽ വയ്ക്കും. അതിനാൽ അദ്ദേഹത്തിന് അവയെക്കുറിച്ച് കിനാക്കൾ കാണാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ മാർ യൗസപ്പിനോട് പറയും, ഈ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളാണിത്. മാർപ്പാപ്പ പറഞ്ഞത് എത്രയോ വലിയ സത്യമാണെന്ന് ഡോക്ടർ മഡോണയുടെ ജീവിതം അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അനുഗ്രഹങ്ങളുടെയും ആക്സിഡൻറ്റുകളുടെയും വർഷങ്ങളായിരുന്നു ഡോക്ടർ മഡോണയുടെ ജീവിതത്തിൽ മുഴുവൻ. ജീവിത പ്രതിസന്ധികളിൽ, പ്രത്യേകിച്ചും മാരക രോഗങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നുപോയതോർക്കുമ്പോൾ പുഞ്ചിരിയോടെ ഡോക്ടർ മഡോണ ജോസഫ് പറയുകയാണ്, അവയെല്ലാം ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ചതാണെന്ന്. ദൈവവചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അവർ വാചാലയാകുന്നു. അത്ഭുതകരമായ പല അനുഭവങ്ങൾക്കും അവർ സാക്ഷ്യം വഹിച്ചു. അതിൽ കൂടുതലും വിശുദ്ധ യൗസപിതാവിൻ്റെ മാധ്യസ്ഥത്താൽ നേടിയ അത്ഭുതങ്ങളുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഡോക്ടർ മഡോണ വിശുദ്ധ യൗസപിതാവിനെ അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. യൗസപ്പിൻ്റെ 7 സന്താപ സന്തോഷങ്ങളെന്നും അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചെയ്ത യൗസപിതാവിൻ്റെ 7 വ്യാകുലങ്ങളും സന്തോഷങ്ങളും ചേർന്ന ജപമാല രൂപത്തിലുള്ളൊരു പ്രാർത്ഥന നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തില്ലായിരുന്നോ? ആ പ്രാർത്ഥനയാണ് കേട്ടോ ഇത്. ആകസ്മികമായി വന്ന രോഗങ്ങളും ആക്സിഡൻറ്റും അവരെ തളർത്തിയില്ല. പ്രിയപ്പെട്ട ഭർത്താവ് അകാലത്തിൽ പിരിഞ്ഞപ്പോൾ അവർ തൻ്റെ വത്സല യൗസപിതാവിൻ്റെ അടുക്കലേക്ക് അവർ ഓടിച്ചെന്നു. ആകസ്മികമായി ജീവിതത്തിൽ പല ദുരിതങ്ങൾ വന്നപ്പോഴും എല്ലാ പ്രതീക്ഷകളും അറ്റുതുടങ്ങിയപ്പോഴും മുന്നിൽ പ്രതീക്ഷയായി വിശുദ്ധ യൗസപിതാവുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ യൗസപിതാവിനോട് സംസാരിച്ചത് ഒരപ്പച്ചനോടെന്ന പോലെയായിരുന്നുവെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. യൗസപിതാവിൻ്റെ ഉറങ്ങുന്ന രൂപത്തിനടിയിൽ അവർ യാചനകളും അപേക്ഷകളും മെത്ത പോലെ ഓരോ ദിവസവും ഉയർത്തി. ഞാൻ ചോദിച്ചവയെല്ലാം ആ നല്ല പിതാവ് എനിക്ക് തന്നു. മഡോണ ഡോക്ടർ ആവർത്തിച്ചു പറഞ്ഞ വാക്യമാണിത്. ഡോക്ടർ മഡോണ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ ഹോമിയോ വിഭാഗത്തിലെ പ്രൊഫസറായി 1992 മുതൽ ഇന്നുവരെ സേവനം ചെയ്തു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 31 വർഷങ്ങളായി. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ജനിച്ച മഡോണ ജോസഫിന് 6 സഹോദരങ്ങളുണ്ട്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മഡോണയെയും സഹോദരങ്ങളെയും ഇളയ അമ്മാവനായ
AJ മൊറിയസ് ആണ് പരിപാലിച്ചു പോന്നത്. അവിവാഹിതനായി നിന്ന് അദ്ദേഹം അവരെ നോക്കി പാലിച്ചു. വിശുദ്ധ യൗസേപ്പിതാവിനോടും വിശുദ്ധ യൂദാസ്ലിഹായോടും വിശുദ്ധ അന്തോനീസിനോടുമുള്ള ഭക്തി പാരമ്പര്യമായി കുടുംബത്തിൽ നിന്ന് തന്നെ അവർ സ്വീകരിച്ചതാണ്. കുണ്ടറയിലെ സെന്റ് മാർഗ്രറ്റ് സ്കൂളിൽ നിന്നും MGD സ്കൂളിൽ നിന്നും അവർ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. പിന്നീട് തിരുവനന്തപുരത്തേക്ക് കുടുംബത്തോടെ താമസം മാറി. തിരുവനന്തപുരത്തുള്ള ഓൾ സെയ്റ്റ്സ് കോളേജിൽ നിന്ന് PDCയും പിന്നീട് BSCയും പൂർത്തിയാക്കി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ദിശയറിയാതെ സംശയിച്ച കുറച്ചുനാൾ കടന്നുപോയി. സഹോദരങ്ങൾ പഠനത്തിനായും ജോലിക്കായും പോകുമ്പോൾ വീട്ടിലെ ജോലികൾ മഡോണ തനിച്ച് ചെയ്തു തുടങ്ങി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപ് 11 മണിയോടുകൂടി പണികളെല്ലാം തീരും. അതിനുശേഷം ദിവസേന വിശുദ്ധ കുരിശിന്റെ വഴി ചൊല്ലി 33 ദിവസം പ്രാർത്ഥിക്കുവാൻ മഡോണ ആരംഭിച്ചു. 12ാം സ്ഥലമാകുമ്പോൾ 12 അടിക്കുമായിരുന്നു. 12ാം സ്ഥലത്ത് കൈവിരിച്ച് ഞാൻ ഈശോയോട് ഒരു വഴി തുറന്നു തരണേയെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് ഇന്നും പച്ചകെടാതെ മനസ്സിൽ തെളിയുന്നു. ഡോക്ടർ മഡോണയുടെ വാക്കുകളാണിത്. കുരിശിന്റെ വഴിയോടൊപ്പം വിശുദ്ധ യൗസേപ്പിതാവിന്റെ 7 സന്താപ സന്തോഷങ്ങൾ കൂടി അവർ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മൂത്ത സഹോദരി ഡോക്ടർ മോളിയുടെ ഉപദേശം കേട്ട് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി. മോളി ചേച്ചിയും അമ്മാവനും തങ്ങളെ നോക്കാനായി അവിവാഹിതരായി നിന്നത് മഡോണ നന്ദിയോടെ ഓർക്കുന്നു. 1.5 മാസത്തിനു ശേഷം ഒരു വേക്കൻസി ദൈവം തുറന്നുകൊടുത്തു. കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാം പരീക്ഷാ ഫലം വന്നപ്പോൾ പത്രങ്ങളിലൊന്നും പേര് കാണാതിരുന്നപ്പോൾ വീണ്ടും വിഷമത്തിലാകുകയും പ്രാർത്ഥനയിൽ ശരണം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ഫോൺ കോൾ വന്നു. ഹോമിയോപ്പതിയിൽ മെഡിക്കൽ സീറ്റ് ഉണ്ടെന്ന് മഡോണയ്ക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു എന്നുമായിരുന്നു ആ വിവരം. മെഡിക്കൽ പഠനത്തിനു ശേഷം സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുവാനുള്ള സാമ്പത്തിക സാധ്യതകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിൽ ശരണം പ്രാപിച്ചു. പലയിടങ്ങളിലും ചേച്ചിയോടൊപ്പം ഇന്റർവ്യൂവിന് പോയെങ്കിലും ഒന്നുമായില്ല. അവസാനം ഒരു പ്രൊഫസറായി ജോലി ചെയ്യുന്നതാവും കൂടുതൽ ഉചിതമെന്ന മോളിച്ചേച്ചിയുടെ നിർദ്ദേശമനുസരിച്ച് മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ 1991 ഡിസംബർ 5-ാം തീയതി ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അവിടെ അന്ന് 33 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അപേക്ഷ കൊടുത്ത് ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ മിലാഗ്രസ് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും അന്തോണീസ് പുണ്യവാളന്റെ മാധ്യസ്ഥം തേടുകയും ചെയ്തു. അധികം താമസിയാതെ 1992 ജനുവരി 6-ന് ഫാദർ മുള്ളേഴ്സിൽ സെലക്ഷൻ കിട്ടിയെന്നുള്ള അറിയിപ്പ് ലഭിച്ചു. എല്ലാ സന്തോഷങ്ങളുടെയും നടുവിൽ ചില സങ്കടങ്ങൾ ദൈവം കരുതി വെച്ചിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു എന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയായി പിന്നീടുള്ള പ്രാർത്ഥന. ദൈവം പതിയെ അദ്ദേഹത്തെ മാറ്റി. അങ്ങനെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ഒരു മാലാഖയായി മാറി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ ഡോക്ടർ മഡോണയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം പരിപാലിച്ചു. വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും പാലനവും കരുതലും സമാധാനവുമുള്ള നാളുകൾ അധികനാൾ ദീർഘിച്ചില്ല. ഭർത്താവിന്റെ പെട്ടെന്നുള്ള വേർപാടോടുകൂടി വീണ്ടും തളർന്നില്ല. യൗസേപ്പിതാവിന്റെ അടുക്കലേക്ക് ചേർന്ന് നിന്നു. 2008 മാരകമായ സിസ്റ്റമിക് ലൂപ്സ് എരിത്തോമറ്റോസിസ് എന്ന രോഗബാധിതയായി. 2015 ആക്സിഡന്റ് മൂലം 40 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഫാദർ മുള്ളേഴ്സിന്റെ മുൻപിൽ വെച്ച് മാരുതി കാറിടിച്ചതായിരുന്നു. അതിനുശേഷം 2021 ക്യാൻസർ രോഗവും പിടിപെട്ടു. 3 വേളകളിലും ഡോക്ടർമാരും കണ്ടവരും വിധി പറഞ്ഞു പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന്. ഞാൻ ഉൾപ്പെടുന്ന ശാസ്ത്രലോകത്തിനും ഗവേഷകർക്കും വൈദ്യശാസ്ത്രത്തിൽ പ്രതീക്ഷകൾ ഇല്ലാതിരുന്നപ്പോഴും എനിക്ക് പ്രതീക്ഷ തമ്പുരാൻ കർത്താവിലും ദൈവ വചനത്തിലുമായിരുന്നു. മഡോണയുടെ വാക്കുകളിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണത. ആ ദിവസങ്ങളിൽ കങ്കനാടി സെന്റ് അൽഫോൺസ ഫൊറോന പള്ളിയിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ദൈവം എന്നെ സ്പർശിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം എത്ര വേദന നിറഞ്ഞതെങ്കിലും നല്ലതിനു വേണ്ടിയാണെന്ന വിശ്വാസവും അവാച്യമായ പ്രതീക്ഷയും ദൈവസ്നേഹവും മനസ്സിൽ നിറയുന്നതായി അനുഭവപ്പെട്ടു തുടങ്ങി.
വൈദ്യശാസ്ത്രം പ്രതീക്ഷകളൊന്നുമില്ലെന്ന് ഒപ്പിട്ടു പറഞ്ഞപ്പോഴും മഡോണ വേദനകളും വിഷമങ്ങളുമായി അൾത്താര മുമ്പിലേക്ക് ഓടുകയും വിശുദ്ധ യൗസപിതാവിനെ സമീപിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. അപേക്ഷകളുടെയും യാതനകളുടെയും നിര ഓരോ ദിവസവും വീട്ടിലെ ഉറങ്ങുന്ന യൗസപ്പിൻ്റെ സ്വരൂപത്തിന് താഴെ ഉയർന്നു വന്നു. ഞാൻ ചോദിച്ചതൊന്നും ആ പിതാവ് ഇതുവരെ എനിക്ക് തരാതിരുന്നില്ല എന്ന് നന്ദിയോടെ മഡോണ പറയുന്നു. അതുകൊണ്ട് തന്നെ പിതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എഴുതിവെച്ച ഒരു പുസ്തകം തന്നെ അവരുടെ വീട്ടിലുണ്ട്. മഡോണ കയ്യാൽ പകർത്തി എഴുതിയ ഒരു പുസ്തകം വീട്ടിൽ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നു. കീമോ കഴിഞ്ഞ സ്കാനിംഗ് റിപ്പോർട്ടിൽ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടതായി കണ്ടു. ദൈവവചനവും ഈശോയുടെ തിരുരക്തവും വിശുദ്ധ യൗസേപ്പുമാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. യൗസപിതാവിനോടുള്ള നന്ദി സൂചകമായി ഉറങ്ങുന്ന യൗസേപ്പിന്റെ തിരുസ്വരൂപം നൽകാൻ അവർ തീരുമാനിച്ചു. മംഗലാപുരം സിറ്റിയിൽ എവിടെയും ഉറങ്ങുന്ന യൗസപിതാവിന്റെ ഒരു രൂപം അവർ കണ്ടിരുന്നില്ല. അതുകൊണ്ട് അവർ ഉറങ്ങുന്ന യൗസപിതാവിനോട് പ്രാർത്ഥിച്ച് താൻ നേടിയ നിരവധി അനുഗ്രഹങ്ങളുടെ സാക്ഷ്യവുമായി കഴിഞ്ഞ വർഷം മംഗലാപുരത്തുള്ള സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലേക്ക് ഉറങ്ങുന്ന യൗസപിതാവിന്റെ രൂപം വാങ്ങി നൽകി. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും യൗസപിതാവ് വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിരുന്നു അത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും സെന്റ് ജോസഫിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അപ്പനമ്മമാർ പഠിപ്പിച്ചിരുന്നു. അമ്മ കുരീപ്പുഴ യൗസപിതാവിൻ്റെ പള്ളിയിൽ ബുധനാഴ്ചകളിലും തിരുനാളിലും പോയി പങ്കെടുത്തിരുന്നു. ഓരോ സംസാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അവസാനത്തിലും എന്തു പറഞ്ഞാലും എപ്പോഴും ഈശോ മറിയം യൗസേപ്പെ ജപമുണ്ടായിരുന്നു. യൗസപിതാവിൻ്റെ 7 സന്താപ സന്തോഷങ്ങൾ അനുദിനം കുഞ്ഞുനാൾ മുതൽ അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുവഴി കുടുംബത്തിലെ എല്ലാവരും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നേരിൽ കണ്ടിരുന്നു. അപ്പനമ്മമാർ മഡോണയുടെ ചേച്ചിയെ ആ പ്രാർത്ഥന പഠിപ്പിച്ചു. അകാലത്തിൽ അപ്പനമ്മമാർ വേർപിരിഞ്ഞപ്പോൾ അവർ മറ്റു കുട്ടികളെ പഠിപ്പിച്ചു. വീട്ടിലെല്ലാവർക്കും പേരിൻ്റെ അവസാനം ജോസഫുണ്ട്. അതിനാൽ അപ്പച്ചൻ്റെ മരണശേഷം അപ്പച്ചനായി യൗസപിതാവിനെ തന്നെ കണക്കാക്കി. ഞാൻ സെന്റ് ജോസഫിനെ അപ്പച്ച എന്നാണ് വിളിക്കാറുള്ളത്. വേദനകളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം ഞാൻ അപ്പച്ചനോട് സംസാരിച്ചു. അപ്പച്ച, ഇത് കാണുന്നില്ലേ എന്നെപ്പോഴും ചോദിക്കുമായിരുന്നു. മഡോണ ഓർക്കുന്നു. കൂടാതെ എല്ലാ ബുധനാഴ്ചയിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ ഉപവസിക്കുകയും ചെയ്തിരുന്നു. ദൈവാനുഗ്രഹത്താൽ ദൈവഭക്തിയിലും ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിലും വളരുന്ന നല്ല 2 മക്കളെ ദൈവം അവർക്ക് നൽകി, അന്നയും ഹാരിയും. മകൻ ഹാരി കാനഡയിൽ ബിരുദാനന്തര ബിരുദം എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. അന്ന ഇപ്പോൾ MBBS കഴിഞ്ഞ് ഡോക്ടറായി ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ബിരുദാനന്തര ബിരുദം 2ാം വർഷം പഠിക്കുന്നു. അവർ ഇരുവരും വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ടു പോകുന്നു. മഡോണയുടെ പ്രാർത്ഥന വഴി നടക്കുന്ന അത്ഭുതങ്ങൾക്ക് മക്കൾ ദൃക്സാക്ഷികളാണ്. മക്കൾ മഡോണയുടെ അടുക്കൽ പ്രാർത്ഥന ചോദിച്ചു വരുമ്പോൾ അവർ അവരെ ഉറങ്ങുന്ന യൗസപിതാവിൻ്റെ തിരുസ്വരൂപത്തിനരികിലേക്ക് അയക്കും. അങ്ങനെ വ്യക്തിപരമായും കുടുംബത്തോടെയും മഡോണ ഡോക്ടറിൻ്റെ കുടുംബം നിരവധി അനുഗ്രഹങ്ങൾ യൗസപിതാവിലൂടെ അനുഭവിച്ചറിയുന്നു. യൗസപിതാവിനെക്കുറിച്ച് ഡോക്ടർ മഡോണ വാതോരാതെ സംസാരിക്കും. കാരണം സ്നേഹം മാത്രമായ യൗസപിതാവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അത്രമേലാണ് അവിടുന്ന് അവരുടെയും കുടുംബത്തെയും മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ.